തോട്ടപ്പള്ളി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ജില്ലാ കളക്ടർ എച്ച് സലാം പറഞ്ഞത് ഇതൊരു മാധ്യമ പ്രൊപ്പഗൻഡയാണ്, പൊഴി നേരത്തെ മുറിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അവിടെ നോക്കുമ്പോൾ അറിയാം ഇന്നാണ് നടന്നത്. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും എഴുതുകയും പ്രാദേശികമായിട്ടൊക്കെ പറയുന്നതും കേട്ടു, ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ കുട്ടനാട് ഇങ്ങനെ മുങ്ങിപ്പോകുമായിരുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടി ഇന്ന് വ്യാപകമായി അത്തരം ചർച്ചകളും അഭിപ്രായങ്ങളും പറയുന്നത് കേട്ടു. പക്ഷേ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് തോട്ടപ്പള്ളിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു, സാധ്യമായതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നാണ് ചെയ്യും മുമ്പേ അദ്ദേഹം പറഞ്ഞത്. ശരത്തെ, അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരമായ രീതിയാണ്. ഇപ്പോൾ ശ്രീകുമാർ സാറ് സ്ഥലമാറ്റത്തെക്കുറിച്ച് പറഞ്ഞത്, കഴിഞ്ഞ LDF ഗവൺമെൻറ് സമയത്ത് കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഓൺലൈൻ ട്രാൻസ്ഫറാക്കി. അത് ശ്രീകുമാർ സാറിന് അറിയുന്നൊരു കാര്യമാണ്. വേണമെങ്കിൽ ഞങ്ങൾ ഇടതുപക്ഷക്കാരായിട്ടുള്ള ജീവനക്കാർ ചില ആൾക്കാർക്ക് പരാതിയുള്ളൊരു കാര്യം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് രാഷ്ട്രീയം നോക്കാതെ, ഇടതുപക്ഷമെന്നോ വലതുപക്ഷമോ നോക്കാതെ കൃത്യമായ മാനദണ്ഡം വെച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെട്ടൊരു കാലം കൂടിയാണ് കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ. അതിൽ വേണമെങ്കിൽ ഞങ്ങൾ ഇടതുപക്ഷക്കാർക്ക് തന്നെ വ്യത്യസ്ത അഭിപ്രായം വേണമെന്ന് പറയാൻ പറ്റും. അദ്ദേഹം ഇവിടെ പറഞ്ഞ പോലെ ഏതെങ്കിലും രാഷ്ട്രീയ വൈരനിര്യാതനം ബുദ്ധി വെച്ചിട്ട് ഒരു കാരണവശാലും അത്തരമൊരു രീതി കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടില്ല. മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടില്ല. അത് താരതമ്യേന കുറഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോട്ടെ, അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞ് ഇപ്പോൾ എന്തോ മഹാഭംഗിയായിട്ട് നടക്കുക എന്ന് പറഞ്ഞതിനകത്ത് പറയേണ്ട കാര്യമില്ല. തോട്ടപ്പള്ളിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു, എന്താ പറഞ്ഞത്, സാധ്യമായ എല്ലാ കാര്യവും ചെയ്തിരിക്കുന്നതാണ്. അദ്ദേഹം ഏത് കാര്യം വിശദീകരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നൊരു കാര്യം, കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നത് കേട്ടു, ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ. അദ്ദേഹത്തിനും അതേ തോന്നുള്ളൂ, ഞാനെല്ലാം വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രിക്ക് മാത്രമേ തോന്നുള്ളൂ. തോട്ടപ്പള്ളിയുമായി ബന്ധപ്പെട്ട് സാർ മനസ്സിലാക്കേണ്ട കാര്യം, പ്രളയത്തിന് ശേഷം വന്ന സയൻറ്റിഫിക്കായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഗൗരവമായ തീരുമാനം ഗവൺമെൻറ് കൈക്കൊണ്ടു. രാഷ്ട്രീയമായ എതിർപ്പൊക്കെ UDFിൻ്റെ ഭാഗത്തുണ്ടായി, ഞങ്ങളെന്തോ അവിടുത്തെ മണ്ണ് വാരാൻ വേണ്ടിയാണ്, ഇതെല്ലാം പറഞ്ഞു. അതൊക്കെ പറഞ്ഞോട്ടെ ഒരു ഭാഗത്ത്. ഇവിടെ ശ്രീ രാജു അബ്രഹാം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. പമ്പ, അച്ചൻകോവിൽ, മണിമലയാറ്, ഇവിടെ നിന്നെല്ലാമുള്ള ജലം ഒഴുകിയെത്തി സമുദ്രത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന പോയിൻ്റാണ് തോട്ടപ്പള്ളി സ്പിൽവേ. വെള്ളം താഴേക്ക് ഒഴുകുള്ളൂ സാർ, താഴേക്കല്ലേ വെള്ളം ഒഴുകുള്ളൂ. അത് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന പോയിൻ്റ് തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. അത് ഒഴുകി വരുന്ന ലീഡിങ് ചാനലിൽ ആഴം കൂട്ടണം, അത് കുറച്ച് മാത്രമേ ആഴമുള്ളൂ, ആഴം കൂട്ടേണ്ട കാര്യമുണ്ട്, അതെല്ലാം ഇനി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ പ്രളയത്തിന് ശേഷം ആ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി LDF ഗവൺമെൻറ് തീരുമാനിച്ച സുപ്രധാനമായൊരു കാര്യം ഉണ്ടായിരുന്നു, അത് നടപ്പാക്കി തോട്ടപ്പള്ളിയിൽ. കാരണം സ്പിൽവേ 365 മീറ്ററാണ് അതിൻ്റെ വീതി. ആ സ്പിൽവേയുടെ അതേ വീതിയിൽ പൊഴിമുഖം തുറന്ന് ജലം കടലിലേക്ക് ഒഴുക്കണം എന്നാണ് അന്നത്തെ ഒരു നിർദ്ദേശം. ആ നിർദ്ദേശം നടപ്പാക്കാൻ അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നിൽക്കുന്ന ഒരു തിട്ട പോലെയാണ്, കാറ്റാടി വരെ പിടിച്ചു നിന്ന തിട്ട പോലെയുള്ള ഭാഗം ഉൾപ്പെടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് അന്ന് പൊടി തുറന്നത്. അതിനുശേഷം കഴിഞ്ഞ വർഷം വരെയുള്ള കഴിഞ്ഞ വർഷം വരെയുള്ള സന്ദർഭങ്ങളിൽ ഇത് പൂർണ്ണമായി 300 മീറ്റർ പൊടി തുറന്നാണ് വിട്ടത്. ഇന്നിപ്പോൾ നിങ്ങൾ G സുധാകരൻ MLA ഫേസ്ബുക്കിൽ പോസ്റ്റ് നോക്ക്. അദ്ദേഹം ഇപ്പോൾ ഇന്നവിടെ സന്ദർശിച്ചിട്ട് പറഞ്ഞ കാര്യമാണ് ശരത്ത് പറഞ്ഞത്. അദ്ദേഹം ഈ സ്പീക്കർ ഫോണിലിട്ടിട്ട് മീഡിയയെ കൂടി കേൾപ്പിക്കാൻ പറ്റുന്ന പോലെ ഫോൺ ചെയ്യാൻ അദ്ദേഹം ഇതൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. എന്താ പറഞ്ഞതാ, 100-ലേറെ മീറ്റർ തുറന്നിട്ടുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ജലം ഒഴുക്കേണ്ടതിന് 1/3 മാത്രമേ പൊഴി ഇപ്പോൾ തുറന്നിട്ടുള്ളൂ. സാർ മനസ്സിലാക്കേണ്ട കാര്യം, എനിക്ക് നേരിട്ടറിയുന്ന പ്രദേശം, ഞാൻ MLA ആയിരുന്ന സ്ഥലം, രാഷ്ട്രീയ പോലും നടത്തിയിരുന്ന സ്ഥലമാണ്, ശരത്തിന് നേരിട്ടറിയാവുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ആകെ ഒഴുകിപ്പോകേണ്ട വെള്ളത്തിൻ്റെ 1/3 മാത്രമേ വെള്ളം ഇപ്പോൾ ഒഴുകുന്നുള്ളൂ. 300 മീറ്റർ തുറക്കേണ്ട ഭാഗത്ത് 100 മീറ്റർ മാത്രമേ ഇപ്പോൾ തുറന്നിട്ടുള്ളൂ. ഇത് തുറക്കാൻ വേണ്ടി യാതൊരു കാര്യവും ഗവൺമെൻറ് ചെയ്തില്ല, ജില്ലാ ഭരണകൂടം ചെയ്തില്ല. ഇപ്പോൾ ജില്ലാ കളക്ടർ ന്യായം പറഞ്ഞു. ജില്ലാ കളക്ടർക്ക് സർക്കാർ ന്യായീകരിച്ച് പറയാൻ മാത്രമേ പറ്റൂ, അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. അദ്ദേഹത്തിന് കുട്ടനാടിനെ കുറിച്ച് അറിയാം. അദ്ദേഹം വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ പ്രധാന ചുമതല വഹിച്ചിരുന്ന ആളാണ് ഇന്നത്തെ ജില്ലാ കളക്ടർ. കുട്ടനാടിൻ്റെ എല്ലാ രീതികളെക്കുറിച്ച് റൂട്ടും ഒക്കെ നല്ലപോലെ അറിയാവുന്ന ആളാണ്. കുറേ അധികം കാര്യം ജില്ലയിൽ ഇപ്പോൾ ഈ പ്രളയത്തിന് ഭാഗമായി ചെയ്യുന്നുണ്ട്. പക്ഷേ തോട്ടപ്പള്ളിയുടെ കാര്യത്തിൽ, മുൻകരുതലെടുക്കുന്ന കാര്യത്തിൽ യാതൊന്നും ചെയ്തില്ല. എന്താ ചെയ്യാതിരുന്നത്? മന്ത്രിമാർ പങ്കെടുത്ത് ഈ മെയ് മാസം യോഗം ചേർന്നോ? സാധാരണ മെയ് മാസം അവസാനം യോഗം ചേർന്ന് പൊടിമുറിക്കാൻ ആവശ്യമായി ടെൻഡർ ചെയ്യും. ശരത്ത, ഞാൻ പറയുന്നത് ശ്രീകുമാർ സാറ് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെയും തോട്ടപ്പള്ളി പൊഴി മുറിക്കാൻ വേണ്ടി ടെൻഡർ കൊടുത്തിട്ടില്ല ആർക്കും. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് 3
ഈ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് മണ്ണിങ്ങനെ മാന്തുകയാണ്. ഇന്നലെ 3 ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ 2 ഉള്ളൂ. ഒരെണ്ണം പോയി തിരിച്ചു പോയി. അവിടെ മണ്ണെടുത്തോണ്ട് പോകുന്ന പ്രശ്നം മണ്ണെടുത്തോണ്ട് പോകട്ടെ. ഇപ്പം അതാണ് അത് രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഉന്നയിക്കാനാണെങ്കിൽ ഞാൻ പറയുന്നത് മണ്ണാർക്കും കൊടുക്കണ്ട. പക്ഷേ ആ തിട്ടം ഇന്നൊരു വരമ്പല്ല, ഒരു മണൽത്തിട്ടയായിട്ട് നിന്ന് വെള്ളം ഒഴുക്കാൻ വട്ടം തടസ്സമായി നിൽക്കുന്ന ആ വടക്ക് പടിഞ്ഞാറ് പോർഷനിലെ മണ്ണ് പൂർണ്ണമായി എടുത്തു മാറ്റി അവിടെ തന്നെ നിങ്ങൾ മാറ്റി വെക്ക്, വടക്കോട്ട് മാറ്റി സൂക്ഷിക്ക്, ആർക്കും കൊണ്ടുപോകാൻ കൊടുക്കണ്ട, അവിടെ തന്നെ വെക്ക്. അത് കട്ട് ചെയ്ത് മാറ്റാൻ പരിപാടി ഉണ്ടായിട്ടില്ല. അതാണ് ഇന്നത്തെ കുട്ടനാടിൻ്റെ പ്രശ്നം. 12 പഞ്ചായത്ത്, എല്ലാ പഞ്ചായത്തും വെള്ളത്തിലാണ്. എല്ലാ പഞ്ചായത്തും അമ്പഴപ്പുഴയുടെ കിഴക്കൻ ഭാഗമെല്ലാം വെള്ളത്തിലാണ്. വ്യാപകമായി ക്യാമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. മഴ നിന്നിട്ടും വെള്ളം താഴുന്നില്ല. എന്താണ്, സമുദ്രത്തിലേക്ക് വെള്ളം ഒഴുകിപ്പോയാൽ മാത്രമേ ജലനിരപ്പ് താഴ്ത്താൻ പറ്റൂ. കുട്ടനാടിന്റെ സ്വഭാവം നമുക്കറിയില്ലേ. അത് ഗവൺമെന്റ് ചെയ്യാത്ത പിടിപ്പുകേടാണ് ഇതിലേക്ക് എത്തിച്ചിരിക്കുന്നത് തോട്ടപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം. ഭംഗിക്ക് വർത്തമാനം മുഖ്യമന്ത്രി പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, ഇത് മന്ത്രിമാർ പങ്കെടുത്ത യോഗം കൂടി എപ്പോഴാണ്? നിങ്ങൾ ഡേറ്റ് നോക്കിയോ, ജില്ലാ കളക്ടറേറ്റിലെ യോഗം കൂടി ഡേറ്റ് ഇല്ലേ? ശരി, ഇത് നിങ്ങൾ നോക്ക്. ജി സുധാകരൻ ഫേസ്ബുക്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ താങ്കളൊന്ന് വായിക്കണമായിരുന്നു. സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്, അതും കൂടെ താങ്കളൊന്ന് വായിക്കണമായിരുന്നു. ഞാനായിട്ട് വായിക്കുന്നില്ല. സലാം, വായിച്ചോ. എന്താണ് സാർ? വായിക്കേ എന്താണ് സാർ? ഞാൻ മുഴുവൻ വായിച്ചതാ. അല്ല, അത് വായിച്ചു നോക്ക്. നിങ്ങളല്ലേ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് പറഞ്ഞത്, വായിച്ചു നോക്ക്. അല്ല, അതിലെന്തോ ഒരു പ്രത്യേകത തോന്നിയത് അങ്ങേക്കല്ലേ? താങ്കൾ ഇതിനെ വായിച്ച് കേൾപ്പിക്കുക. സലാം അതിന്റെ മറുപടി. അതായത് സാറിന് തോന്നിയ പ്രത്യേകത സാറ് ചർച്ചയിൽ പറയും, അപ്പോൾ എനിക്ക് പറയാലോ. അല്ല, അദ്ദേഹത്തിന്റെ വാക്ക് തന്നെ വായിക്കാം. പഴയതുപോലെ കരിമണലും മണ്ണും വെള്ളപ്പൊക്കത്തിൻ്റെ മറവിൽ കടത്താൻ കഴിയാത്തതിൽ പ്രയാസമുള്ള ഒരു ലോബി തോട്ടപ്പള്ളിയിൽ പ്രശ്നമുണ്ടെന്ന് വരുത്താൻ ശ്രമിക്കുന്നതായി ജില്ലാ ഭരണകൂടം പറയുന്നത് ശരിയാണ്. വേറെ ഒരു പ്രശ്നവും നാട്ടിലില്ല, ഈ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സലാം, എന്നാണ് അദ്ദേഹം നേരത്തെ MLA ആയിരുന്ന കാലത്ത് ഇതുപോലെ മണ്ണ് ആരെങ്കിലും വാരിക്കൊണ്ട് പോയിട്ടുണ്ടോ? അദ്ദേഹം നേരത്തെ MLA ആയിരുന്നപ്പോൾ അല്ലെ മന്ത്രി ആയിരുന്നപ്പോൾ ഇതുപോലുണ്ടല്ലോ. അദ്ദേഹം മന്ത്രി ആയിരിക്കുന്ന ക്യാബിനറ്റാണ് തീരുമാനിച്ചത്. ജി സുധാകരൻ മന്ത്രിയായിരിക്കുന്ന ആ ക്യാബിനറ്റാണ് ഇവിടെ ഇത് തോട്ടപ്പള്ളി പൊടി ഇത്രയും വീതി മുറിക്കാൻ തീരുമാനിച്ചത്. അന്ന് 2 പൊതുമേഖലാ സ്ഥാപനത്തിന് ആണ് ചുമതല കൊടുത്തത്. അവർ കൊണ്ടുപോയ മണ്ണ് കട്ടുകൊണ്ട് പോയി എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന് പങ്കുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയാം, ആ ആക്ഷേപം ഉണ്ടെങ്കിൽ മണ്ണ് കൊണ്ടുപോകണ്ടെന്ന്. ഇത് ഈ തോട്ടപ്പള്ളി പൊടി തുറക്ക്, മണ്ണിപ്പുറത്തുവിനെ മാറ്റി വെച്ച് അവിടെ കാവൽ നിന്നോ? പൊടി തുറക്ക്, അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതാണ് അതിലെ ഇതുപോലെ അത് തുറക്കാത്തതാണ് സാർ പ്രശ്നം. അതാ വെള്ളം ഒഴുകി പോകാത്തതിന്റെ കാര്യം.